ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 അത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ക്രോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും അത് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ പോലെ ആണ് നിലകൊള്ളുന്നത്. അതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ് 25,000 എന്നുള്ള ഒരു ഫിഗർ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അവറിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വിഷയമായിരുന്നു GST കൗൺസിലിൻ്റെ ഔട്ട്കം. അപ്പോൾ 54ാമത് GST കൗൺസിൽ മീറ്റിംഗ് റിസൾട്ട് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കിയൊരു വിഷയമായിരുന്നു. അപ്പോൾ ചില പ്രത്യേക സെക്ടറുകളിൽ GSTയുടെ പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പൊതുവെ മാർക്കറ്റിൽ ഒരു വാർത്ത അൺഒഫീഷ്യലായിട്ട് ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. റിയലായിട്ട് റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ ഔട്ട്കം ചില സ്റ്റോക്കുകളിൽ പോസിറ്റീവായിട്ട് വരികയും ചില സ്റ്റോക്കുകളിൽ നെഗറ്റീവായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. GST മീറ്റിങ്ങിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം ആയിരുന്നു ഈ ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് 12% നിന്നും 5% കുറയ്ക്കാനുള്ള ഒരു സുപ്രധാനമായ തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫാർമ സ്റ്റോക്കുകളിൽ വമ്പിച്ച ഒരു റാലി നമുക്ക് കാണാൻ കഴിയും. ഫാർമ ഇൻഡെക്സിലുള്ള ഏകദേശം 21ഓളം സ്റ്റോക്കുകളിൽ 15ഓളം സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിൽ നമുക്ക് കാണാൻ കഴിയും ഡെവിസ് ലാബ്സ് 5% മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഗ്രാന്യൂൾസ് 3% മുകളിലാണ്. ലോറസ് ലാബ്സ് 3% മുകളിലാണ്. അതുപോലെ ഇപ്ക ലാബ്സ്, ബയോകോൺ പോലെയുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ഏകദേശം 3% അടുത്താണ് ക്ലോസ് ചെയ്തത്. കൂടാതെ ബയോകോൺ, ഗ്ലാൻഡ് ഫാർമ, ഗ്ലെൻമാർക്ക്, മാൻകൈൻ ഫാർമ, സൺ ഫാർമ, സൈഡസ് ലൈഫ്, ആൽക്കം, സിപ്ല, സനോഫി, ലൂപ്പിൻ, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയുള്ള പല സ്റ്റോക്കുകളും പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തായിട്ടും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു GST ക്യാൻസർ മരുന്നുകൾക്ക് കുറക്കാനുള്ള ഒരു തീരുമാനം അത് ഈ ഫാർമ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഈ മരുന്നുകൾ ഡീൽ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അതാണ് നമുക്ക് ഇന്ന് ഇൻഡെക്സിൽ കാണാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ GST ഔട്ട്കമ്മുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ നംകീനിൻ്റെ നിരക്ക് 18% നിന്ന് 12% കുറക്കാൻ തീരുമാനം. അതായത് പാക്ക്ഡ് ഫുഡ്സിൻ്റെ, പ്രത്യേകിച്ച് ഈ സ്നാക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സിൻ്റെ ആ ഒരു GST അത് ആണ് 18% നിന്നും 12% കുറക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ വമ്പിച്ച ഒരു മുന്നേറ്റത്തിന് കാരണമായി. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചെറുതും വലുതുമായ ഇത്തരം ഈ ഫുഡ് പ്രോഡക്ട്സ് കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ കാണും. പ്രത്യേകിച്ച് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ ഏകദേശം 100ലധികം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള പല ലീഡിങ് കമ്പനികളുമുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളിൽ നല്ല മുന്നേറ്റം ഇന്ന് നമുക്ക് കാണാം. ഏകദേശം 3% മുകളിലുള്ള റാലി പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സർവേശ്വർ ഫുഡ്സ്, നമുക്കറിയാം സർവേശ്വർ ഫുഡ്സ് അതിന് പൊളിറ്റിക്കൽ കണക്ഷൻ ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അതുപോലെ ഗോപാൽ സ്നാക്സ്, ഡോഡ്ല ഡയറി, മിസ് ബാക്ടേഴ്സ്, ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, ഹെറിറ്റേജ് ഫുഡ്സ് ഇത് മറ്റൊരു പൊളിറ്റിക്കൽ കണക്ഷനുള്ള സ്റ്റോക്കാണ്. അതുപോലെ LNT ഫുഡ്സ്, ബിക്കാജി ഫുഡ്സ് തുടങ്ങിയിട്ടുള്ള പല ഇങ്ങനെയുള്ള ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇത്തരം സ്നാക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, പാക്ക്ഡ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ നല്ല തോതിലുള്ള ഒരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു GST ഔട്ട്കമ്മിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം GST കൗൺസിലുമായിട്ട് വന്നിട്ടുള്ളത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ GST വരുമാനം 412% വർദ്ധിച്ചതായിട്ടാണ് ഫൈനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത്രയധികം വരുമാനം ഈ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ GST കുറക്കാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. കാരണം ഇതൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് സിഗരറ്റ് ബിസിനസ്സൊക്കെ പോലെയുള്ള അത്തരം ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ, ഒരു അഡിക്റ്റീവ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഇവിടെ GST കുറക്കാനുള്ള സാധ്യത ആരും കണ്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് GST കൗൺസിൽ ഏതെങ്കിലും വിധത്തിലുള്ള റിലാക്സേഷൻ ഉണ്ടാകും എന്ന നേരിയ പ്രതീക്ഷ പലരും വെച്ചു. പ്രത്യേകിച്ച് ഡെൽറ്റ കോപ്പ് പോലെയുള്ള കാസിനോ സ്റ്റോക്കുകളിൽ അത്തരം ഒരു പ്രതീക്ഷ പലരും വെച്ച് പുലർത്തിയെങ്കിലും അതുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഡെൽറ്റ കോപ്പ് ഇന്ന് 1.37% ഡൗൺ ആയതായിട്ട് കാണാം. അപ്പോൾ ഡെൽറ്റ കോപ്പ് ഓൾറെഡി വളരെയധികം ഡൗൺ ട്രെൻഡിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് GSTയുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്കം മാത്രമേ ഇനി ഡെൽറ്റ കോപ്പിനെ രക്ഷിക്കാൻ കഴിയൂ. അത്രമാത്രം അത് ഡൗൺ ആയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് മാർക്കറ്റിന് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് ആരോഗ്യരംഗത്തെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ ഒരു GST കൗൺസിൽ മീറ്റിങ്ങിൽ ഈ ഇൻഷുറൻസ് സെഗ്മെൻറ്റിലുള്ള GST അത് നല്ല രീതിയിൽ കുറക്കാനുള്ള ഒരു സാധ്യത എല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ അത്തരം ഒരു ന്യൂസ് വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ
എല്ലാവരും നിരാശരായിക്കൊണ്ട് ഇപ്രാവശ്യവും യാതൊരുവിധ തീരുമാനവും എടുക്കാതെ ആ തീരുമാനം മാറ്റിവെക്കേണ്ടത്. പക്ഷെ ആ മാറ്റിവെച്ചത് ഈ ഒരു ഒക്ടോബറിൽ ഒരു പുതിയൊരു സമിതി രൂപീകരിച്ചുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാനും നവംബറിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും ഒക്കെയാണ് സാധ്യത. ഈ ഒരു കൗൺസിലിൽ അതിൻ്റെ ഒരു തീരുമാനം വരാത്തത് കാരണം, എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു തീരുമാനം വരാത്തത് കാരണം ആ സ്റ്റോക്കുകളിൽ വമ്പിച്ച ഒരു ഡിക്ലൈൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ SBI ലൈഫിൽ -2.5% ഡൗൺ ആണ്, HDFC ലൈഫ് -4% ഡൗൺ ആണ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് -1%, ICICI ലോംബാർഡ് 3% ഡൗൺ ആണ്, ജനറൽ ഇൻഷുറൻസ് -1%, അതുപോലെ ന്യൂ ഇന്ത്യ അഷുറൻസ് -3%, സ്റ്റാർ ഹെൽത്ത് -1%. അങ്ങനെ എല്ലാ സ്റ്റോക്കുകളിലും ഈ ഒരു ഡിക്ലൈൻ പ്രകടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് GST ഔട്ട്കവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പല സ്റ്റോക്കുകളിൽ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ കൂടുതൽ പഠനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങളുടേതായ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.